ഞങ്ങളെ പ്രിയപ്പെട്ട മാഷെ കാണാൻ വന്നാണ് ഞങ്ങളെ HM അല്ലേ? അല്ല, മാഷ് നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നില്ല, നല്ല സന്തോഷത്തോടെ. യാദൃച്ഛികമായിട്ട് ഖലീലിനെ കണ്ടുമുട്ടിയത് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് എനിക്ക്. കാരണം ഇത്തരം കാര്യങ്ങളിൽ വളരെ വലിയ നൈപുണ്യം സമ്പാദിച്ച എൻ്റെ ശിഷ്യന്മാരിൽ ഞാൻ ഒരു പേഷ്യൻ്റ് വിളിച്ചാലും ഞാൻ ഫോണ് പഠിച്ചുകൊണ്ട് പോയി എടുക്കൂല. പക്ഷെ മാഷ് വിളിച്ചാലും ഞാൻ പേഷ്യനോട് പറയുന്നത് എൻ്റെ സ്വന്തം മാഷ് വിളിക്കുകയാണ് ഞാൻ എടുക്കുമെന്ന് പറയും. എന്ത് കാര്യം ഉണ്ടെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ ഞാൻ ഡൗട്ട് ആയിട്ടും പറ്റും ഖലീലിനോടാണ് സാധാരണ ചോദിക്കാറ്. അതനുസരിച്ച് പ്രിസ്ക്രൈബ് വാട്സാപ്പിൽ കൂടിയോ അല്ലാതെയോ എനിക്ക് തരുന്നതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചിലതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളിപ്പോൾ എത്രയോ വർഷമായില്ലേ നിങ്ങൾ എപ്പോഴും ടീച്ചിങ് ആണല്ലേ? ടീച്ചിങ് ഞാൻ ഇപ്പോഴും ഈ വൈകിയ വേളയിലും, അതായത് 56-57 വർഷം 80ലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് 80ാമത്തെ വയസ്സിലും ഈ ടീച്ചിങ് മേഖലയിൽ തന്നെയാണ് തുടരുന്നത്. എന്ന് പറഞ്ഞാൽ 67 തുടങ്ങിയ ജോലി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വളരെ വലിയ അഭിമാനമുണ്ട്. അല്ല, നിങ്ങൾ HM ആയിരുന്ന സമയത്തും ക്ലാസ് എടുത്തിക്കല്ലോ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിലെനിക്ക് അഭിമാനിക്കാവുന്നത്, ഞാൻ ഈ ലക്ഷക്കണക്കിന് തന്നെ പറയുക, പല 8-9 സ്കൂളിലായിട്ട് ഒരുപാട് കുട്ടികൾ സമ്പാദിച്ചതിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഭയങ്കര വലിയ ടീം 79 മുതൽ 98 വരെയുള്ള MJയിലെ ടീമുകളാണ്. അത് കലക്ടർമാരും വിദ്യാഭ്യാസ വീക്ഷണരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരും ഇൻകം ടാക്സ് കമ്മീഷണർമാരും പോലീസ് വകുപ്പിലും രാഷ്ട്രീയക്കാരും പല ആൾക്കാരും പല മേഖലയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ സമ്പാദ്യം ഞാൻ വിചാരിക്കും ഞാനൊരിക്കലും ഒറ്റക്കല്ല. എൻ്റെ സമ്പാദ്യം എൻ്റെ കുട്ടികളുണ്ടല്ലോ, ഞാനൊരിക്കലും ക്ഷീണിതനാവില്ല, വീണ് പോവുകയില്ല. പല സ്ഥലത്തും പല വിഷമങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളെപ്പോലുള്ള ഈ ഗ്രൂപ്പിലുള്ള എൻ്റെ ശിഷ്യന്മാരെ ആലോചിക്കുമ്പോൾ എല്ലാം ഞാൻ മറന്നുപോയതാണ്. കാരണം എനിക്ക് അവരുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെ പ്രയാസങ്ങളും വിഷമവും ഏത് സമയത്തുണ്ടായാലും ഞാൻ എൻ്റെ ഒരു കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന നേരം ഖലീലിനെ പോലെയുള്ള ഡോക്ടർമാർ തന്നെ 16ഓളം ഡോക്ടർമാരുടെ ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലാണ്. ഞാൻ ആരെപ്പം വിളിച്ചാലും അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടും. എന്നാൽ രാത്രി അങ്ങനെ വിചാരിക്കുക, ഡോക്ടർ സാബിർ പൾമണോളജിസ്റ്റാണ്, എന്ത് കാര്യങ്ങളുടെ അത്തരം കാര്യങ്ങൾ വരെ ഇപ്പോൾ ഏത് സമയത്താണെങ്കിൽ എൻ്റെ കോളാണെങ്കിൽ വേഗം പോകുന്നുണ്ട് ഗുണമുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ കുട്ടികൾ എനിക്കുള്ള ആ മേഖലയിലും കുട്ടികളുണ്ടല്ലോ എന്നുള്ളത്. നിങ്ങൾക്ക് പണ്ടൊക്കെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കുമ്പോൾ എന്തായിരുന്നു തോന്നലുള്ളിൽ? അത് എനിക്ക് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, സാർ നിങ്ങളെ അന്നത്തെ ആ സ്ട്രിക്റ്റ്നെസ് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ നിലയിലെത്തിയത് എന്നൊരു പോലീസിൻ്റെ ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് പോലീസായ ഒരാൾ എന്നോട് പറഞ്ഞതാണ്. സാർ ഞാൻ ഈ തസ്തികയിൽ നിന്ന് എത്താനുള്ള കാരണം നിങ്ങളാണ്. കാരണം നിങ്ങൾ ഒരു പെരുമാറ്റച്ചട്ടം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് അത് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അതെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തി ഞാനൊരു ഈ മേഖലയിൽ എനിക്ക് പിന്നെ വിഷമം തോന്നാറുണ്ട് അങ്ങനെ സ്ട്രിക്റ്റായി നിന്ന സമയത്ത്. ആ സ്ട്രിക്റ്റ് എനിക്ക് വിഷമം. അതുകൊണ്ട് അതിൽ കൂടി ഒരുപാട് കുട്ടികൾ സന്തോഷം വിളിച്ച് പറയുന്നതിൽ കൂടി ഞാൻ ആ സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ടാണ് കുട്ടികൾ ഈ നിലയിൽ രക്ഷപ്പെട്ട് എത്തിയത് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാം. ഒരിക്കല് ഞാനും നമ്മളെ നജീബ് ഉണ്ടല്ലോ, പെരിന്തൽമണ്ണ MLA, ഞങ്ങൾ രണ്ടാൾ കൂടി പഠിക്കുന്ന സമയത്ത് ഒരു MSFന്റെ സമ്മേളനത്തിന് പോയി. നിങ്ങൾ പിറ്റേന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇത് അറിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളെ ശകാരിച്ച് ഓർക്കുന്നുണ്ടോ? അന്നൊക്കെ എൻ്റെ ഉള്ള ഉദ്ദേശം നാട്ടുമ്പുറത്തൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഈ കുത്തഴിഞ്ഞ് കണ്ട് കുട്ടികൾ അടിയും വെടിയും തല്ലും പൊട്ടും ആയതുകൊണ്ട് എനിക്കൊരു തോന്നലുണ്ടായി, രാഷ്ട്രീയ രഹിതമായ ഒരു അന്തരീക്ഷത്തിൽ വട്ടോളിയിലെ MJ സ്കൂൾ കേക്കോത്ത് പഞ്ചായത്തിലുള്ള വളർത്തിക്കൊണ്ടുവരണമെന്ന് ഒരാഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പ്രത്യേക രാഷ്ട്രീയത്തിലോ പ്രവർത്തിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് ഞാൻ മൊത്തത്തിൽ രാഷ്ട്രീയത്തിനെതിർത്ത് അവിടെ രാഷ്ട്രീയം കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉത്സാഹിച്ചതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും മക്കൾ അവിടെ ചേർത്തിരിക്കുന്നത്, എല്ലാ രാഷ്ട്രീയക്കാർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം എനിക്ക് ധാർമ്മികമായിട്ട് ഒത്താശ ചെയ്തിരിക്കുന്നത് MJ രാഷ്ട്രീയരഹിതമായ അന്തരീക്ഷത്തിൽ വളരുന്നൊരു സ്ഥാപനമായി മാറട്ടെ എന്ന് അവരും പ്രാർത്ഥിച്ച്. അതുകൊണ്ട് എനിക്ക് ആ മേഖല അല്ലാതെ ഞാൻ അതിൻ്റെ ഒരു എതിരാരും എൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമല്ല. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ ഒപ്പം തന്നെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതും. അവരൊക്കെ എൻ്റെ സഹായികളും സുഹൃത്തുക്കളാണ്. നജീബ് MLA ഏത് മീറ്റിങ്ങിൽ എന്തിനു പോയാലും എന്നെ സ്പർശിക്കാതെ ഒരു വാക്കവും പറയില്ല. എപ്പോഴും എന്നെ സ്പർശിച്ച് എൻ്റെ നല്ല വാക്കുകൾ എന്നെപ്പറ്റി പറയുമ്പോൾ അഭിമാനം കൊണ്ട് പുളകിതനായ ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ മക്കളുണ്ട് എന്നുള്ള ആ വിശ്വാസമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. എന്ന് അനാരോഗ്യമൊന്നും ഞാൻ കണക്കിലെടുക്കല്ല. വേറെ കുട്ടികളൊക്കെ നോക്കുമ്പോൾ അന്നത്തെ അതുപോലെ നിൽക്കുവാൻ വേറെ കുട്ടികൾ 4 പെൺകുട്ടികളാണ് എനിക്കുള്ളത്, നിങ്ങൾക്ക് അറിയാം. ഏറ്റവും ഇളയ മകളിപ്പോൾ MJയിലെ ടീച്ചറാണ്, അവൾ ഫോളോ ചെയ്യുകയാണ്. അവളെ മകൾ
MSc ഫിസിയോളജി പഠിക്കാൻ നല്ല മാർക്കോടുകൂടി ആ മേഖലയിലേക്ക് എന്നെ കൊണ്ടുവരണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഏതായാലും പിന്നെ എനിക്ക് എൻ്റെ ആ സമ്പാദ്യം, അതായത് സാമ്പത്തികമായിട്ടല്ല ഞാൻ സമ്പാദിച്ചത്, ഞാൻ നിങ്ങളെയാണ് നിങ്ങളിൽ കൂടിയാണ് എൻ്റെ സാമ്പത്തിക സമ്പാദ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരിക്കലും മറക്കാൻ നിങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പാട്ടൊക്കെ പാടിത്തത് സംഗീത ഇപ്പോഴും ഉണ്ടോ? അതൊക്കെ ഒരു ഇത് നമുക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടി നിങ്ങൾ. അത് പാട്ട് ഇതൊക്കെ പിന്നെ ക്ലാസ്സിൽ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇന്നത്തെ രൂപത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അതെങ്ങനെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ടീച്ചിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ആരോഗ്യം ഒന്നും ഉഷാറാവുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന ഒരു അവസ്ഥ അല്ല ഇപ്പം നിങ്ങൾക്കുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളൊരു കുറച്ചൊരു ആരോഗ്യം ഒരു 10-ൽ 2-ൽ കിടക്കുന്ന നിങ്ങളിപ്പോൾ ഒരു 10-ൽ 8 ആരോഗ്യത്തിലേക്ക്. അതിനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ പോലും ഒരു എന്നെ സ്നേഹിച്ച, ഞാൻ പഠിപ്പിച്ച, എന്നെ വിശ്വസിച്ച് എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയാണ് ഡോക്ടർ ഖലീൽ. അവർ ഞാൻ പണ്ട് പഠിപ്പിച്ച കാലത്തുള്ള ഇതുവരെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നാൽ ഞാനിപ്പോഴും ഓർമ്മിക്കാൻ 9ാം ക്ലാസ്സിലുണ്ടായിരുന്നു ഒരു ചെറിയൊരു പോയട്രി. അത് അന്നത്തെ ആ കാലത്ത് ഈ പദ്യമൊക്കെ പഠിപ്പിക്കൽ ഇങ്ങനെ ഇങ്ങനെ ചെല്ലല്ല, അത് കുട്ടികൾക്ക് പഠിപ്പിച്ച് കുട്ടികൾ അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. പദ്യം തന്നെ ഇങ്ങനെയായിരുന്നു. How large unto the tiny fly must little things appear. How large unto the tiny fly must little things appear. A rosebud like a feather bed is prickled like a spear. ഈ രൂപത്തിലുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഹൗ ലാർജ് അണ്ടു ദി ടൈനി ഫ്ലൈ മസ്റ്റ് ലിറ്റിൽ തിങ്സ് അപ്പിയർ എന്നുള്ളത് ഞാൻ മലയാളത്തിലേക്ക് തന്നെ പരിഭാഷപ്പെടുത്തിയതാണ്. ഹൗ ലാർജ് അണ്ടു ദി ടൈനി ഫ്ലൈ മസ്റ്റ് ലിറ്റിൽ തിങ്സ് അപ്പിയർ. എല്ലാ വസ്തുവും ഈ ചെറുപ്രാണിക്കേറെ വലിപ്പം തോന്നുന്നു. ഡ്യൂ ഡ്രോപ്പ് ലൈക്ക് എ ലുക്കിംഗ് ഗ്ലാസ്, എ ഹെയർ ലൈക്ക് എ ഗോൾഡൻ വയർ. പളുങ്ക് പോലൊരു വെള്ളത്തുള്ളി, തിളങ്ങിടും വൻ കണ്ണാടി. ഈ രൂപത്തിൽ ഡയറക്റ്റ് പരിഭാഷയിൽ കൂടി പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അതിൽ മുഴുകി ലയിച്ച് ആ ഇംഗ്ലീഷ് പദ്യം ശരിക്കും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള അത് ഞാൻ ഇപ്പോഴും ഇന്ന് 45-50 വർഷം മുമ്പ് പഠിപ്പിച്ച പോലും ഞാൻ ഓർമ്മിക്കുമ്പോൾ ഈ മേഖലയിലേക്ക് എനിക്കുള്ള സന്തോഷവും നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെ സമ്പാദിച്ചതിലുള്ള അഭിമാനവും എന്നും ഓർത്തുകൊണ്ടാണ് ഒരിക്കൽ തന്നെയെങ്കിലും MJയും കുട്ടികളെയും നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഓർക്കാൻ ദിവസങ്ങളില്ല. അതുപോലെ നിങ്ങൾ സ്നേഹത്തോടു കൂടി നിങ്ങൾ ആ സ്നേഹം ഇപ്പോൾ മടക്കി തരും എന്നുള്ള തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ ഈ ഒരു ബന്ധം ഇപ്പോൾ നിലനിർത്തുന്നത്. എല്ലാം കൊണ്ടും പിന്നെ മാനസിക ശാരീരികമായിട്ട് ഈ പല വിഷമങ്ങളുണ്ടെങ്കിലും ഞാൻ നിങ്ങളൊക്കെ ശാരീരികമായ മനസ്സുകൊണ്ട് നമുക്ക് മറികടക്കുന്നുണ്ട്. ഇപ്പോഴും ഗാഥ കോളേജിൽ അക്കാഡമിക് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. അപ്പോൾ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഈ അവസരം എന്താണ് പറയാനുള്ളത്? ഈ ജനറേഷന് എന്താ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? കാരണം ഇന്ന് ഒരുപാട് കുട്ടികൾ ഡിസ്ട്രാക്ഷനിലേക്ക് പോവുകയാണല്ലോ. എപ്പോഴും ഈ ഡിസ്ട്രാക്ഷനെ മറികടന്നാലേ ചിലപ്പം കുട്ടികൾക്ക് ഇന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? കാരണം ഞങ്ങളെ ഡിസ്ട്രാക്ഷനിലേക്ക് പോകാതെയാണ് മാഷ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്നായി അച്ചീവ് ചെയ്യാൻ പറ്റിയത് അല്ല. എന്നിപ്പോൾ മൊബൈൽ ഫോൺ ഇതൊക്കെ ഉള്ള കാലത്ത് എന്തെങ്കിലും പറയാനുള്ളത് ഇന്നത്തെ കുട്ടികളോട്? മൊബൈൽ ഫോണിൽ മാത്രമാവാതെ നിങ്ങളെ ചെറുപ്പകാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ? നിങ്ങൾക്ക് എന്നിൽ കൂടിയോ അല്ലെങ്കിൽ അധ്യാപകരിൽ കൂടിയോ എന്ത് നേട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ ഇന്നത്തെ ഈ പൊസിഷനിൽ സ്ഥാനത്ത് എത്തിയത് എന്നുള്ള നിങ്ങളെ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ ഓർത്തുകൊണ്ടായിരിക്കണം മുമ്പോട്ട് നീങ്ങേണ്ടത്. അല്ലാതെ ഇന്ന് മുതൽ പുതിയ തുടങ്ങുന്നതിൽ മാത്രമല്ല ഞാനെങ്ങനെ ഈ സ്ഥാനത്തെത്തി, അതിനുള്ള കാരണം എന്താണ്, അതിനെനിക്ക് കൂടുതൽ പോഷിപ്പിക്കാൻ എന്താ വഴി എന്നുള്ള ആലോചന ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അതിൽ കൂടി നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.